കോലാഹലങ്ങൾ എൻ മനസ്സിനെ അലട്ടിയിടുമ്പോൾ വിശ്വാസത്തിലെന്നും നിന്നിടും ഞാൻ. അവനെൻ തുണയായി കൂടെയുണ്ട്. വിശ്വാസത്തിലെന്നും നിന്നിടും ഞാൻ. വിശ്വാസത്തിലെന്നും. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശ്വാസ ജീവിതത്തിൽ കർത്താവിനോടുകൂടി ആയിരിക്കുന്ന ഓരോരുത്തരും നമുക്ക് കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പ് എത്രമാത്രം എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ വിശ്വാസത്തെ നമ്മുടെ വിശ്വാസവുമായി ചേർത്ത് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. ഒന്നാമത്തെ വ്യക്തി യോഹന്നാൻ 11-ാം അധ്യായത്തിൽ കാണുന്ന മാർത്ത. ബെഥാനിയയിലെ ഒരു ചെറിയ ഭവനം. സഹോദരൻ ലാസറിൻ്റെ മരണത്തിൽ വേദനിക്കുന്ന സഹോദരികൾ മാർത്തയും മറിയയും. അവരെ സ്നേഹിച്ചിരുന്ന യേശു ലാസറിൻ്റെ മരണം കഴിഞ്ഞ് 4-ാം ദിവസമാണ് അവരുടെ അടുക്കൽ വരുന്നത്. 11, 21, 22 വാക്യങ്ങളിൽ മാർത്ത തൻ്റെ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പറയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നീ ദൈവത്തോട് എന്ത് ചോദിച്ചാലും ദൈവം നിനക്ക് തരും എന്നും ഞാൻ അറിയുന്നു. തൻ്റെ സഹോദരനെ ജീവിപ്പിക്കുവാൻ യേശുവിന് കഴിയും എന്ന വിശ്വാസം മാർത്തയ്ക്ക് ഉണ്ട്. ഈ വിശ്വാസത്തെ കർത്താവ് ഉറപ്പിക്കുന്നതായി വാക്യം 25 വായിക്കുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞ യേശു ഒരു ചോദ്യം മാർത്തയോട് ചോദിച്ചു, നീ ഇത് വിശ്വസിക്കുന്നുവോ? തൻ്റെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ മാർത്ത യേശുവിനോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത് ലാസറിൻ്റെ കല്ലറയുടെ മുൻപിൽ ആണ്. കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, കല്ല് നീക്കുവീൻ. ഉടൻ മാർത്തയുടെ പ്രതികരണം, കർത്താവേ വേണ്ട, മരിച്ചിട്ട് 4 ദിവസമായി, ഇപ്പോൾ നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. വാക്യം 39. പുനരുത്ഥാനവും ജീവനുമായ യേശുവിന് തൻ്റെ സഹോദരന് ജീവൻ നൽകുവാൻ സാധിക്കും എന്ന വിശ്വാസത്തോടെയാണ് കല്ലറയിലേക്ക് പോയത്. ഇപ്പോൾ ആ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചിരിക്കുന്നു. കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നത് അഴുകി നാറ്റം വെച്ച ശരീരമാണ്. മാർത്ത തൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചത് കല്ലറ തുറന്നാൽ കല്ലറയ്ക്കുള്ളിൽ നിന്ന് വരുന്ന നാറ്റത്തെക്കുറിച്ചാണ്. നാറ്റത്തിനപ്പുറമുള്ള ഉയർപ്പിനെ തൻ്റെ വിശ്വാസക്കന്നാൽ കാണുവാൻ മാർത്തയ്ക്ക് കഴിഞ്ഞില്ല. മരണത്തിനപ്പുറമുള്ള ഉയർപ്പിൻ്റെ അനുഭവത്തെ കാണുവാൻ കഴിയാത്ത വിശ്വാസം. നമ്മിൽ പലരുടെയും വിശ്വാസം മാർത്തയുടെ വിശ്വാസം പോലെയാ. യേശുവിൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. കഷ്ടതകളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പ് എത്രമാത്രമുണ്ട്? മാർത്തയുടെ വിശ്വാസം പോലെ കല്ലറ വരെയുള്ള വിശ്വാസം അല്ലേ നമുക്കും ഉള്ളത്. കഷ്ടതകളിൽ പതറിപ്പോകുന്ന വിശ്വാസം, കഷ്ടതകൾക്കപ്പുറമുള്ള ഉയർപ്പിൻ്റെ ശക്തിയെ വിശ്വാസക്കണ്ണാൽ കാണുന്നതാണ് ഉറച്ച വിശ്വാസം. കഷ്ടതകളിൽ പതറിപ്പോകാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവെ നോക്കി മുന്നേറുവാനുള്ള വിശ്വാസമാണ് നമുക്ക് ആവശ്യം. രണ്ടാമത്തെ വ്യക്തി അബ്രഹാം. റോമർ 4:18 അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന. പുത്രോൽപാദനത്തിൻ്റെ കഴിവ് നഷ്ടപ്പെട്ടിട്ടും ദൈവം വാഗ്ദത്തം ചെയ്ത പ്രകാരം തനിക്കൊരു മകൻ ജനിക്കും എന്നുള്ള വിശ്വാസം. 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് വാഗ്ദത്ത സന്തതി ജനിച്ചു. അപ്പോൾ പറയുന്നു, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ ഹോമയാഗം കഴിക്കുക എന്ന് ഉൽപ്പത്തി 22:2. അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നു. അതിന് കാരണം അവൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പായിരുന്നു. അബ്രഹാമിൻ്റെ ഈ വിശ്വാസത്തെ അനുസരിക്കുന്ന വിശ്വാസം എന്ന് വിളിക്കാം. അബ്രഹാം തൻ്റെ ബുദ്ധി കൊണ്ടല്ല അനുസരിക്കുവാൻ തയ്യാറായത്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ യാഗമർപ്പിക്കുന്ന ബാലൻ ചാരമാകും. അബ്രഹാം തൻ്റെ ബുദ്ധി മാറ്റിവെച്ച് ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് ഉൽപ്പത്തി 22:5 വാക്യം. അബ്രഹാം ബാല്യക്കാരോട് പറയുന്നത്, നിങ്ങളിവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം.
മകനെ യാഗം കഴിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ അവൻ കത്തിച്ചാരമാകും. എൻ്റെ വാഗ്ദത്ത മകൻ ചാരമായാലും ചാരത്തിൽ നിന്നും എനിക്ക് മകനെ തിരിച്ചു തരുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന വിശ്വാസം, ഈ വിശ്വാസമാണ് ദൈവകൽപ്പന അനുസരിക്കുവാൻ അബ്രഹാമിനെ സഹായിച്ചതും അനുസരിക്കുന്ന വിശ്വാസമായി മാറിയതും. അഴുകിയ ശരീരത്തിന് ജീവൻ നൽകുവാൻ കർത്താവിന് സാധിക്കും എന്ന് വിശ്വസിക്കാതെ കല്ലറ തുറക്കണ്ട എന്ന് പറയുന്ന മാർത്തയുടെ വിശ്വാസം, ചാരത്തിൽ നിന്ന് എൻ്റെ മകനെ മടക്കി തരുവാൻ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിച്ച് മകനെ യാഗമാക്കുവാൻ തയ്യാറാകുന്ന അബ്രഹാമിൻ്റെ വിശ്വാസം. കഷ്ടതയുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാവാം, എല്ലാം നഷ്ടപ്പെട്ട് ചാരമായേക്കാം. എങ്കിലും അബ്രഹാമിൽ കണ്ട് അനുസരിക്കുന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. റോമർ 8:38-39 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കർത്താവേ, യാതൊരു ശക്തിക്കും നശിപ്പിക്കുവാൻ കഴിയാത്ത വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ എന്നെയും പ്രാപ്തിപ്പെടുത്തണമേ. ആമേൻ. വിശ്വാസത്തിൽ എന്നും നിന്നിടും ഞാൻ, എൻ ജീവിതം അവനിലർപ്പിച്ചിടാൻ. ആഴങ്ങളിൽ ഞാൻ വീഴുകയില്ല, അവനെൻ തുണയായി കൂടെയുണ്ട്. വിശ്വാസത്തിൽ